മലയാളത്തിലെ ന്യൂ ജനറേഷൻ നടന്മാർക്ക് കേരളത്തിൽ മാത്രമല്ല ആരാധകർ ഉള്ളത്. അങ്ങനെ നോക്കിയാൽ ആരാധക പിന്തുണയുള്ള നടന്മാരിൽ ദുൽഖർ സൽമാൻ ഒരുപടി മുന്നിൽ തന്നെയാണ്. മണിരത്നം സംവിധാനം ചെയ്ത ഓക്കെ കൺമണി എന്ന ചിത്രത്തിലൂടെ തമിഴകം മുഴുവൻ ദുൽഖറിന് ആരാധകരായി. ഓക്കെ കൺമണി ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തതോടെ ബോളിവുഡിലും ദുൽഖറിന്റെ പേര് കേട്ടു തുടങ്ങി. എന്നാൽ യുവത്വങ്ങളുടെ ഹരമായ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം നടന്റെ മികച്ച ചിത്രങ്ങളാണ് ഇൻഡസ്ട്രിയിൽ നടന് ഇത്രയുമധികം ആരാധകർ ഉണ്ടാക്കി കൊടുത്തത്. ദുൽഖറിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ജോമോന്റെ സുവിശേഷങ്ങൾ 30 കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. മികച്ച പ്രതികരണങ്ങളോടെ ചിത്രം മുന്നേറുകയാണ്. അഭിനയ രംഗത്ത് 5 വർഷം പൂർത്തിയായ ദുൽഖറിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ തന്നെയാണ് താരത്തിന് ഇത്രയുമധികം ആരാധകരെ സൃഷ്ടിച്ചതും. കളക്ഷൻ നേടിയതിൽ ഏറ്റവും മുൻപന്തിയിൽ മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്ത ചാർലി ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ്. റിലീസ് ചെയ്ത് ആദ്യ ദിനങ്ങളിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം 44 കോടിയാണ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുമുള്ള കളക്ഷനാണിത്. കേരളത്തിൽ നിന്നും മാത്രം 22 കോടി കളക്ട് ചെയ്തു. 2015 മണിരത്നത്തിന്റെ സംവിധാനത്തിൽ ഓക്കെ കൺമണി പുറത്തിറങ്ങുന്നത്. ദുൽഖർ സൽമാന്റെ രണ്ടാമത്തെ തമിഴ് ചിത്രം കൂടിയായിരുന്നു ഓക്കെ കൺമണി. തമിഴിന് പുറമെ തെലുങ്ക് തിയേറ്ററുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം 40 കോടി ബോക്സ് ഓഫീസിൽ നേടി. 2016 പുറത്തിറങ്ങിയ ദുൽഖറിന്റെ കലിയും ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടി. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രം 16 കോടിയോളം കളക്ട് ചെയ്തു. 2014 പുറത്തിറങ്ങിയ ദുൽഖർ ചിത്രമാണ് വിക്രമാദിത്യൻ. ചിത്രം ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ്. ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രം കുടുംബ പ്രേക്ഷകരെയാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും വിക്രമാദിത്യൻ 15.18 കോടി കളക്ട് ചെയ്തു. 2016 രാജീവ് രവി സംവിധാനം ചെയ്ത ചിത്രമാണ് കമ്മട്ടിപ്പാടം. ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച ചിത്രം കൂടിയാണ് കമ്മട്ടിപ്പാടം. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 15 കോടിയോളം ഈ കമ്മട്ടിപ്പാടം നേടി. ഈ സിനിമകളായിരുന്നു ദുൽഖർ സൽമാന്റെ കരിയറിലെ ബോക്സ് ഓഫീസ് ഹിറ്റുകളായ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ ദുൽഖർ സൽമാന് വലിയൊരു ആരാധക പിന്തുണ തന്നെ ഉണ്ടാക്കി കൊടുത്തു.